വർഷവും സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കളർ പെൻസ് വാങ്ങും അല്ലെ. ഇപ്പോഴും പല കുട്ടികളും വിചാരിക്കുന്നത് കളർ പെന്നുകളുടെ എണ്ണം കൂടുന്നത് എത്ര എണ്ണം കൂടുന്നോ അത്രയധികം നമ്മൾ പഠിക്കും, അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും പഠിക്കാൻ എന്നുള്ളതാണ്. എടാ, ഇത് വെറും മണ്ടത്തരാണ്. ഇവിടെ ഞാൻ 2 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫുൾ ബ്ലാക്കിലാണ് എഴുതിയിട്ടുള്ളത്. കുറെ ബോക്സസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഫുൾ ബ്ലാക്കിൽ. ഇവിടെ ഒക്കെ നല്ല ബ്ലൂ കളറിൽ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓറഞ്ച് കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ റോസ് കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂ കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേതാ ബെറ്റർ? ഇതിലേതാ ബെസ്റ്റ് വൺ? ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആവാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾക്കുള്ള ബെസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ദാ ഇവനാണ്. നമ്മൾ കുറേ പെന്നുകളുടെ ആവശ്യമൊന്നുമില്ല. ഒരു ബ്ലാക്കും കൂടിപ്പോയ ഒരു ബ്ലൂവും, 2 കളർ മാത്രം മതി. അല്ലാതെ പച്ചയും മഞ്ഞയും നീലയും റോസും എല്ലാം കൂടി എഴുതുന്നല്ല നമ്മളുടെ നോട്ട് എന്ന് പറയുന്നത്. എപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അത് ഷോർട്ട് നോട്ട്സ് ആയിക്കോട്ടെ ലോങ് നോട്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നോ അന്ന് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും കാലം നിങ്ങൾ വെറുതെയാണ്. കുറേ വായിച്ചു പഠിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യവുമില്ല. എത്ര വായിച്ചു പഠിച്ചിട്ടും കാര്യമില്ല. ആ വായിച്ചു പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ന് നിങ്ങളുടെ ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുന്നോ അന്നേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് പഠിക്കും, ഒരുപാട് വായിക്കും, നിങ്ങൾ എത്ര വായിച്ചാലും നിങ്ങളുടെ എക്സാമിന്റെ തലേ ദിവസം ആ വായിച്ചതൊന്നും ഓർമ്മയില്ല. നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങളുടെ നോട്ടിൽ എന്താണോ ഉള്ളത് അത് മാത്രം നിങ്ങൾക്ക് നോക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പുഴ പോലെ നീണ്ടു കിടക്കുകയാണ്. ആ പുഴ പോലെ നീണ്ടു കിടക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് വായിച്ച്, സോഷ്യലൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് വായിച്ചു പോയാൽ ഒരിക്കലും പോസിബിൾ അല്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ടോപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം. മിസ് പറയാൻ പോകുന്നത് ഒരു ടോപ്പറിന്റെ നോട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണ് അവർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് 2 ടൈപ്സ് നോട്ട് ഉണ്ട്. ലോങ് നോട്ട്സും ഉണ്ട്, അതുപോലെ ഷോർട്ട് നോട്ട്സും ഉണ്ട്. ലോങ് നോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അത് സിമ്പിൾ നോട്ട്സ് ആക്കിയിട്ട് എഴുതണം. അതായത് എല്ലാ പോയിന്റ്സും, ഇപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിൽ എല്ലാ പോയിന്റ്സും കൂടി വലിച്ചു വാരി എഴുതുകയല്ല ചെയ്യേണ്ടത്. എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ്റ് നോട്ട്സ് മാത്രം എഴുതുക. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേ കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റലി നമ്മൾ ChatGPT ചോദിച്ചിട്ട് ഒരു നോട്ട് അങ്ങോട്ട് ഉണ്ടാക്കും. അതെന്ത് ചെയ്യും, അത് നേരെ പ്രിന്റ് എടുത്തിട്ട് നോട്ടായിട്ട് യൂസ് ചെയ്യും. ഒരു കാര്യവുമില്ല, വെറുതെയാണ്. ഡിജിറ്റൽ നോട്ട്സ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഹാൻഡ് റിട്ടൺ നോട്ട്സും ആയിരിക്കണം, അതുപോലെ കുറച്ച് സിമ്പിൾ വേർഡ്സിൽ. നിങ്ങൾക്ക് ഇനി മലയാളത്തിലൊക്കെ ഇടയിൽ എഴുതണമെങ്കിൽ മലയാളത്തിലൊക്കെ എഴുതിയിട്ട് അങ്ങനെ കുറച്ച് സിമ്പിൾ വേർഡ്സിൽ വേണം നിങ്ങൾ എഴുതാനും. ഇനി അടുത്തതെന്ന് പറയുന്നത് യൂസ് നൊട്ടേഷൻസ്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് WWIMP ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന്. ദെൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് IMP. ഇനി നമ്മളുടെ ഒരു പിന്നെ ഫോമുലൊക്കെ ആണെങ്കിൽ ഒരു ടേബിൾ ഒരു ബോക്സ് വരയ്ക്കും. ഇതുപോലെ നിങ്ങൾ നൊട്ടേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ചില കുട്ടികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് സ്റ്റാറൊക്കെ ഇട്ട് വെക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റണം. നിങ്ങൾ എക്സാമിൻ്റെ തൊട്ട് മുന്നേ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം. ഇത് സ്റ്റാർ ഇട്ടതാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് IMP ഇട്ടത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റണം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഭാഗമാണെങ്കിൽ ഒരു റൗണ്ടൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈസിയുള്ള ഏതാണ്, കുറച്ച് കൺഫ്യൂസിങ് ആകുന്ന ഏതാണ്, ഇമ്പോർട്ടൻ്റ് ഏതാണ് എന്നുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് ഡബിൾ ടിക്ക് മെത്തേഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യാറിയോ, ഒരു ഇക്വേഷനാണ്, ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നമ്മളുടെ ബോക്സിലാക്കി വെച്ചു. ആ ബോക്സിലാക്കി വെച്ച ഇക്വേഷന് നിങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ, ഒരു പ്രാവശ്യം അത് കാണാതെ പഠിച്ചു നിങ്ങളുടെ ഇക്വേഷന്, ആ ഇക്വേഷൻ ഒരു പ്രാവശ്യം നിങ്ങൾ പഠിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടിക്ക് ഇടുക. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ സെയിം നോട്ട് റിവൈസ് ചെയ്യാണ്. ആ സെയിം നോട്ട് റിവൈസ് ചെയ്യുമ്പോൾ അതേ സ്ഥലത്ത് ഇതുപോലെ ഒരു ടിക്ക് കൂടി ഇടുക. 2 പ്രാവശ്യം നിങ്ങൾ ആ ഒരു ഇക്വേഷന് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോവില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡബിൾ ടിക്ക് മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ അടുത്തെന്ന് പറയുന്നത് ലീവ് പേജ് ആഫ്റ്റർ എവറി ചാപ്റ്റർ. അതായത് നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത്രേ കണ്ടന്റ് ഉള്ളൂ, ഇത്രേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, ഒരു എക്സാം ഒക്കെ കഴിയുമ്പോൾ
കഴിയുമ്പം പിന്നെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ മിഡ് ടേം ഏതെങ്കിലും ഒരു ടേം എക്സാം ഒക്കെ കഴിയുമ്പം നിങ്ങൾക്ക് തോന്നും ഇതിൽ ഈ ഭാഗം കൂടി പഠിച്ചു വെക്കണം അല്ലേ, അല്ലെങ്കിൽ PYQs നോക്കുന്ന സമയത്ത് ഈ ഭാഗം കൂടി പഠിക്കണമല്ലോ, ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന്. അപ്പോൾ അത് എഴുതാൻ അവിടെ ഒന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് സൈഡിൽ കൂടെയും ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ എഴുതും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു 2-3 പേജസ് ഒന്ന് ലീവ് ചെയ്യുക. ചിലപ്പോൾ അത് വെറുതെ ആയിരിക്കും, ചിലപ്പോൾ അത് അവിടെ ആവശ്യമുണ്ടാവും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു 2-3 പേജ് ലീവ് ചെയ്യുക. അതിൻ്റെ അടുത്ത അണ്ടർലൈൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഹൈലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താലും മതി. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് ലോങ് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മളുടെ ഷോർട്ട് നോട്ട് ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പേപ്പറിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഷോർട്ട് നോട്ട് എപ്പോഴും ഒരു ചാപ്റ്ററിന് ഒരൊറ്റ പേജ് എന്നുള്ള രീതിയിലാണ് വേണ്ടത്. ഒരു ചാപ്റ്ററിന് ഒരു പേജ് ആയിരിക്കും ഷോർട്ട് നോട്ട്. അതായത് ഞാനിപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പേജിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇവിടെ എഴുതാൻ. ഒരു ചാപ്റ്ററിന് ഒരൊറ്റ പേജേ നിങ്ങൾ എടുക്കാവൂ. അത് എങ്ങനെ നോക്കിയാലും എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വളരെ ചെറുതാക്കി എഴുതിയിട്ടാണെങ്കിലും എന്ത് ചെയ്താലും നിങ്ങൾ ഒരു പേജ് ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. അതാണ് ഷോർട്ട് നോട്ട്. അല്ലാതെ വെറുതെ എന്തോ വലിച്ചു വാരി എഴുതുന്നല്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്ലോ ചാർട്ടും മൈൻഡ് മാപ്സും ഒക്കെ യൂസ് ചെയ്യുക. ഫ്ലോ ചാർട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ഫോമുലാസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഫ്ലോ ചാർട്ട്സ് ഉണ്ടാവും, മൈൻഡ് മാപ്പുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ചാറ്റ് GPTs ഒക്കെ അതിന് വേണ്ടിയിട്ട്, AIs ഒക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന AI ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതൊക്കെ മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന ആപ്പുകളാണ്. മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്യുന്ന AI-കളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് മൈൻഡ് മാപ്പുകൾ ഉണ്ടാക്കുക, ഫ്ലോ ചാർട്ടുകൾ ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഹൈലൈറ്റർ പറഞ്ഞ പോലെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നൊട്ടേഷൻസ് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു പേജിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ഒരു ലോങ് നോട്ടും ഒരു ഷോർട്ട് നോട്ടും ഇതുപോലെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. സിമ്പിളായിട്ട് ഞാനൊക്കെ ചെയ്ത ഒരു മെത്തേഡായിരുന്നു ഇതെന്ന് പറയുന്നത്. ഒരൊറ്റ പ്രാവശ്യം വായിച്ചാലും മതിയാവും. ഈ 2 കാര്യവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് മൈൻഡ് മാപ്പും ഈ ഒരു ഫ്ലോ ചാർട്ടും ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ത്രൂ ഒക്കെ ഞങ്ങൾ ഫുൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളുടെ കുട്ടികൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്, നോട്ട്സും ഈ ഒരു മൈൻഡ് മാപ്പും ഫ്ലോ ചാർട്ടും ഒക്കെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് ഫ്ലോ ചാർട്ടും മൈൻഡ് മാപ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തോ. ബാക്കിയൊക്കെ ഞങ്ങളേറ്റ്. അപ്പോൾ മറക്കരുത്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ മക്കൾ ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോങ് നോട്ടും ഷോർട്ട് നോട്ടും പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് വരാം.